മുതലാളി ഒന്ന് എഴുന്നേറ്റ് ഉച്ചയായില്ല നേരം എന്ന് കട്ടിൽ എന്നോട് പറഞ്ഞ ഒരൊറ്റ റീസൺ കൊണ്ട് ഞാനിതേ എഴുന്നേറ്റ് ഇതേ പല്ലൊക്കെ തേച്ചു. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് വീക്കെൻഡ് ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ അങ്ങനെ അധികം വലിയ കാര്യത്തിൽ പണിയൊന്നും എടുക്കാറില്ല. പണിയെടുക്കാറില്ല ഇൻ ദി സെൻസ് ഫുഡ് വെക്കാറില്ല. ഞാൻ അധികം ഒന്നും ഞാൻ കഞ്ഞി മാത്രം വെക്കുന്നത്. കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ കറി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അതാണ് ഞാൻ കണ്ടെത്തിയ ലാഭം എന്ന് പറയുന്നത്. കഞ്ഞി അച്ചാറും കൂടി അങ്ങോട്ട് കഴിച്ചാൽ മതിയല്ലോ. ജസ്റ്റ് അരിയും ചെറുപയറും കൂടി ഒരുമിച്ചിട്ടിട്ട് കഴുകി കുക്കറിൻ്റെ അകത്തിടുന്നു. അത് 2 വിസിൽ വരുമ്പോൾ നമ്മളെടുത്ത് കഞ്ഞിയാക്കി കുടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇതെന്ന് പറയുമ്പോൾ ഗുണമോ മെച്ചം വിലയോ തുച്ഛം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ സംഭവം. പക്ഷെ നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് പറയുമോ? കുക്കറിൻ്റെ മൂടി അടയ്ക്കാനായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന പോലെ കുറേ നേരം നമ്മൾ നിൽക്കേണ്ടി വരും ഇങ്ങനെ. പക്ഷേ ഞാൻ ലാസ്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും ഞാൻ ഈ ഒരു സംഭവം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതേ 2 വിസിൽ വന്ന് ഞാനും എൻ്റെ ഒരു റൂംമേറ്റും കൂടിയിട്ട് ആ ഒരു കഞ്ഞി ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും ബാക്കി കുറേ സമയത്ത് ഇനി എന്നെ കിടന്ന് കഴിഞ്ഞാൽ കട്ടിലെന്നെ തെറി വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് അവിടെ ക്ലീൻ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും റൂം അടിച്ചു വരാറുണ്ട്, പക്ഷെ തുടയ്ക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ അടിച്ചു വാരി, റൂമും ഹാളും ജസ്റ്റ് അടിച്ചു വാരി, എന്നിട്ട് ഞാൻ ഫുൾ അവിടെ തുടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടുത്തൽ എല്ലാം കൊണ്ട് ഞാൻ എവിടെ വെക്കും കർത്താവേ, ആ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ ഒന്നും നോക്കിയില്ല, വെച്ച കാലം പിന്നോട്ട് വെക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് തുടച്ചങ്ങോട്ട് വാരി അങ്ങോട്ട് എടുത്തങ്ങോട്ട്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിസ്മയും കൂടിയിട്ട് ഞങ്ങളത് ബ്രോഡ്വേയിൽ പോകുമായിരുന്നേ. അപ്പോൾ ബ്രോഡ്വേയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. യൂഷ്വലി ഉള്ള തിരക്കില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആയിരുന്നല്ലോ, അതിന് അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ഇങ്ങനെ ആരും അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു, എൻ്റെ വീഡിയോ ആരും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ അഭിനയിച്ചൊക്കെ ഇങ്ങനെ നടന്നു ഞാൻ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സർപ്ലസിൽ പോയിട്ട് ഒരു പാൻറ് എടുത്ത് ഞാൻ. വെറൈറ്റി പോലെ എനിക്ക് തോന്നി, പക്ഷെ അത് വെറൈറ്റി ഇല്ലെന്നാണ് എൻ്റെ റൂംമേറ്റ്സ് പറഞ്ഞത്. എനിക്ക് എന്ത് പറ്റി, ഞാൻ തള്ള വൈബാണോ ഗൈസ്? അത് കഴിഞ്ഞ് ഞങ്ങളത് ഷേക്ക് കുടിക്കാനായിട്ട് പോയി. ഷേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് 35 ഷാർജ ഷേക്ക് 35 എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഷേക്കാണ് ഞങ്ങൾ കുടിച്ചത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ പൈസ ഇല്ല കഴിഞ്ഞിട്ടാണ്, പക്ഷെ അല്ല, ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഈ മാസം മൊത്തം ഓടേണ്ടതല്ലേ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷേക്കിനൊക്കെ. പിന്നെന്താണ്, വിശന്നിരിക്കണോണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ വേറൊരു കൊച്ചുണ്ട്. അവൾ പേര് കേട്ട ആങ്കറാണ് അവിടുത്തെ. ഞങ്ങൾ രണ്ടുപേരും അപരിചിതമായി കണ്ടുമുട്ടി. അപരിചിതമല്ല, എന്തോ സഡൻ ആയിട്ട്, എനിക്ക് അറിഞ്ഞൂടാ ആ വാക്കിന് എന്താണ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇതേ കെട്ടിപ്പിടിച്ച് കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ഒരു ഫുഡ് പാത്തിൽ ഇതുപോലെ കുറേ കാറുകൾ ഇരിക്കുന്നുണ്ട്. ഞാനിത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എനിക്ക് കാറുകളുടെ അടുത്ത് വലിയ കമ്പൊന്നുമില്ല, പക്ഷെ ഞാനിത് ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് കുറേ പേര് എനിക്ക് റിപ്ലൈ തന്നു, കാർ വേണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത്ര വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാനൊരു ഷോപ്പിൽ കയറി. അതായത് എനിക്ക് കുറച്ച് മാലാകമാരനെ വേണമായിരുന്നു വീട്ടിൽ, ഒരു ഷെൽഫിൽ ഡെക്കോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് അന്വേഷിച്ച് നടന്നതാണ്, പക്ഷേ എനിക്കത് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ സാധനങ്ങൾ ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഭംഗിയില്ലാത്ത സാധനമാണെങ്കിലും കുഴപ്പമില്ല, അത് അടങ്ങി ഒതുങ്ങിയിരിക്കണം കാണുമ്പോൾ എനിക്ക് ഒടുക്കത്തെ ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ നമ്മൾ പറയില്ല, ചില ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ സന്തോഷമാവും അവർക്ക്, അതുപോലെ തന്നെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ സന്തോഷമാവും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഷോപ്പിൽ പോയാൽ മതി. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക്. അപ്പോൾ ഞാനത് വേറെ ആൾക്കാരോട് പറയുമ്പോൾ അവർക്കൊന്നും ഇതിന് എന്തുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇപ്പോൾ വിസ്മയാണെന്നുണ്ടെങ്കിലും ആദ്യം എന്നെ പുച്ഛിച്ച് വിട്ടായിരുന്നു, പക്ഷെ അവൻ ഇന്ന് എന്നോട് പറഞ്ഞു അവൻ ആ ഒരു ഫീൽ വന്നു, വാവ് അങ്ങനത്തെ ഒരു ഫീൽ വന്നെന്ന് പറഞ്ഞു ആ ഒരു ഷോപ്പിൽ പോയപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ബ്രോഡ്വേന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോവുകയാണെന്ന് വിചാരിച്ചത്. മറൈൻ ഡ്രൈവ് പോണേക്കാളും കുറച്ച് മുന്നേ ആയിട്ട് അവിടെ ഒരു ഓണം മെഗാ സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഓണം കഴിഞ്ഞെങ്കിലും അവർ ഷോപ്പ് അവിടെ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞങ്ങളിതേ അവിടെ പോയി. അതായത് ഒന്നും മേടിക്കാനൊന്നുമല്ല, ജസ്റ്റ് കാണുക, സന്തോഷിക്കുക. ഇവിടെ പല സംഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഡ്രസ്സായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഓക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന വിലയ്ക്കനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഡ്രസ്സിനുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതൊക്കെ ഒരു അലക്കിനുള്ളതുള്ളൂ, അത് കഴിഞ്ഞാൽ അത് കേടായി പോകുന്നതാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്താ ഇത് കണ്ട് സന്തോഷിച്ച പോരെ എന്നുള്ള ഒരു ഇതിൽ ഞങ്ങളതേ അവിടെ ഫുൾ ചുറ്റങ്ങോട്ട് നടന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഞങ്ങളൊരു അവിടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് നടക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ ഫുൾ ആക്ടിങ് ആയിരുന്നു. എൻ്റെ വീഡിയോ ആരും എടുക്കുന്നില്ലല്ലോ, ഞാൻ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അഭിനയിച്ച് നടന്നു പോയി. അതിൻ്റെ ഇടയിൽ ഒരു ബലൂൺ ചേട്ടൻ എന്നോട് ചോദിച്ചു ബലൂൺ വേണമെന്ന്. നമുക്ക് വേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയിൽ ഈ അപ്പൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. ഞാൻ വിചാരിച്ചില്ല എന്നെ ഓവർടേക്ക് ചെയ്യുന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ഫുൾ
രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. വിശേഷം ഇൻ ദ സെൻസ് ഓഫീസിലെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഓഫീസിലെ ഓരോരുത്തരെ പറ്റി കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് അതുപോലെ ചില ആൾക്കാരുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ഡെഡിക്കേറ്റഡ് എംപ്ലോയീസ് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണുന്ന ആളാണ് വിസ്മയ്. വിസ്മയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യമായി തിരിച്ചിലേക്ക് മുന്നിൽ വരുവാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി ടാറ്റാ.